ഇന്ന് മഷ്റൂം കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കിയാലോ? മഷ്റൂം എടുത്ത് നല്ലതുപോലെ കഴുകി ഇതിൻ്റെ ഈ തണ്ടിൻ്റെ അരികിൽ നിന്ന് അതിൻ്റെ തോല് പൊളിച്ചെടുക്കാം. ഇങ്ങനെ മുഴുവനും തോല് പൊളിച്ചെടുത്തതാണ് ഇത്. ഇനി ഇത് ചെറുതായി മുറിച്ചെടുക്കാം. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 2 നുള്ള് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ തേങ്ങയും ഇട്ട് നല്ലതുപോലെ ചേർത്ത് വയ്ക്കാം. പകുതി സവാള കൂടി ഇടണം. ഈ തോരൻ ഉണ്ടെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ്. വേറെ കറി പോലും വേണ്ടി വരില്ല. ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 2 നുള്ളി കടുകും കറിവേപ്പിലയും ഇട്ട് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച മഷ്റൂം ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരില്ല. അഥവാ വെള്ളം വേണമെന്ന് തോന്നിയാൽ 1 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഇളക്കി വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ വേഗം വെന്ത് കിട്ടും. ക്യാൻസർ സെല്ലിനെ പോലും നശിപ്പിക്കാൻ കഴിവുള്ള മഷ്റൂം കൊണ്ട് നിങ്ങളൊന്ന് ഇങ്ങനെ തോരൻ ഉണ്ടാക്കി നോക്കൂ.